ഹായ് ഗൈസ്, ഞാൻ വളരെ വൈകി മനസ്സിലാക്കിയ ഒരു സത്യാവസ്ഥ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചില നമ്മളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളൊക്കെ ബ്രേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ പണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് ഭയങ്കര എതിരഭിപ്രായമുള്ള ഒരാളായിരുന്നു. സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമ്മുടെ സ്കിന്നിലൊക്കെ സ്കിൻ ക്യാൻസർ വരും. മാത്രമല്ല, പണ്ടുള്ള ആളുകളൊക്കെ ഇത് യൂസ് ചെയ്തിട്ടല്ലല്ലോ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ക്ലൈമറ്റിൽ ഭയങ്കരമായിട്ട് എന്റെ മുഖത്തേക്ക് സൺടാൻ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. അപ്പം എന്റെ ഡോക്ടർ പറഞ്ഞു നിർബന്ധമായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ചേഞ്ചസ് ഉണ്ട് എന്റെ ഫേസിനായിക്കോട്ടെ. ആ ഒരു കരിവാളിപ്പൊക്കെ അങ്ങോട്ട് മാറി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നാച്ചുറലി ഭയങ്കര കളർ കഴിക്കുന്നല്ല, നാച്ചുറലി നമുക്കുള്ള ഒരു കളറിനെ നമുക്കൊന്ന് സണ്ണിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതിനെ എതിരാവാൻ കാരണം എന്താണെന്ന് വെച്ചാല്, പണ്ടുള്ള ആളുകളൊന്നും ഇത് യൂസ് ചെയ്യാറില്ലല്ലോ. അവരൊക്കെ നോർമലി എന്താ പറയാ, കുട്ടിക്കുറ പൗഡറും ചന്ദ്രിക സോപ്പും മാത്രം യൂസ് ചെയ്തിട്ട് ജീവിച്ചിരുന്നല്ലേ, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്റെ മൈൻഡിൽ ഇതൊക്കെ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്, അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യാവസ്ഥ എന്താ വെച്ചാൽ, സൺസ്ക്രീൻ മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ല, അത് നമ്മുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫോൺ ശ്രദ്ധിക്കുന്നുണ്ട്, വണ്ടി സർവീസ് കൊടുക്കാറുണ്ട്, അതൊക്കെ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഈ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നമ്മളത് യൂസ് ചെയ്താൽ പ്രശ്നമില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തി. മാത്രമല്ല, പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലം. കാരണം പണ്ടത്തെ ഫുഡ് സിസ്റ്റം, പൊല്യൂഷൻ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ പൊല്യൂഷനാണ്. പണ്ടൊക്കെ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ വീടുകൾ പോലും ഉണ്ടാവാറില്ല. ഒരുപാട് സ്ഥലത്ത് ഒരു വീട് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവും. ആളുകൾക്ക് കൃഷി ചെയ്യാനും അങ്ങനത്തെ ഫുഡ്, പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. കിട്ടിയാൽ തന്നെ അത് ഭയങ്കരമായിട്ട് കൃത്രിമം ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു സാധനം കൂടെയാണ്. അതിന്റെ കൂടെ ഈ മയോണൈസ്, ബ്രോസ്റ്റ്, ഷവർമ, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് കുറെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആവുന്നുണ്ട്, ഹെയർ നന്നായിട്ട് ഡാമേജ് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യേണ്ട പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒന്നും ഞാൻ എടുക്കാത്തത് കൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു പൊല്യൂഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എത്ര നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്താലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ഒന്ന് ടൗണിലേക്കൊക്കെ പോയി വരികയാണെങ്കിൽ അത്രയും വാഹനങ്ങളും പുകയും പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് പൊല്യൂട്ട് ആവുകയാണ് നമ്മുടെ സ്കിന്ന്, ഹെയർ ഒക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നിർബന്ധമായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യണം. അപ്പം ഒരു തവണ ഞാൻ എൻ്റെ തോട്ടിനെ ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്കതൊരു തെറ്റല്ലാതായി തോന്നി. അതുപോലെ നമ്മുടെ ലൈഫിൽ വളരെ തെറ്റാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് ഒരു തവണ ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ നമുക്കത് ഓക്കെ ആയിട്ട് തോന്നാൻ മതിയാവും, അല്ലെങ്കിൽ അതായിരിക്കും നമുക്ക് ശരിയെന്ന് തോന്നാം. അപ്പം നിങ്ങൾ എല്ലാത്തിനെയും ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നെ പോലെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത സ്റ്റോറികളൊക്കെ നമുക്ക് കെട്ടുകഥകളാണെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? നമ്മളെ ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കൽ പോലും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥകളാണ്.